ശ്രീ ആദികേശവൻ, 16ാം ഫിനാൻസ് കമ്മീഷൻ എന്ത് തീരുമാനിക്കുന്നു എന്നതിനനുസരിച്ചിരിക്കും കേരളത്തിന്റെ വിഹിതം എന്ന് അങ്ങ് കഴിഞ്ഞ ദിവസം തന്നെ ചർച്ചയിൽ പറഞ്ഞതാണ്. ഇപ്പോൾ സംസ്ഥാനങ്ങൾക്ക് നികുതി വിഹിതം ഉയർത്തുന്നില്ല എന്ന തീരുമാനം വരുന്നു. കേരളമാകട്ടെ ഈ ടോട്ടൽ ടാക്സിന്റെ 50% സംസ്ഥാനങ്ങൾക്ക് നൽകണമെന്ന ആവശ്യമാണ് മുന്നോട്ട് വെച്ചത്. പക്ഷേ 0.41% വർധന കഴിഞ്ഞ തവണത്തേക്കാൾ കേരളത്തിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കിട്ടാൻ പോകുന്ന തുക എന്നത് ചെറിയ തുകയല്ല എന്നൊരു വിലയിരുത്തലും വരുന്നുണ്ട്. എങ്ങനെയാണ് അങ്ങ് അതിനെ മനസ്സിലാക്കുന്നത്? സ്മൃതി, നന്ദി ഇതിൽ വിളിച്ചതിന് പങ്കെടുക്കാനായിട്ട്. ഈ കേരളത്തോടുള്ള അവഗണന എന്നുള്ളത് നേരത്തെ ഞാൻ പങ്കെടുത്ത ചില ചർച്ചകളിലുമൊക്കെ ഉയർന്നു വന്ന ഒരു വിമർശനമാണ്. പക്ഷേ നമ്മുടെ ഈ ധനകാര്യ കമ്മീഷന്റെ റിപ്പോർട്ട്, 16ാം ധനകാര്യ കമ്മീഷന്റെ റിപ്പോർട്ട് അംഗീകരിക്കുക വഴി അതിലൊരു മാറ്റവും കേന്ദ്രം വരുത്തിയിട്ടില്ല. ഒരു സർക്കാരും ഇതിനു മുമ്പും വരുത്തിയിട്ടില്ല എന്നുള്ളത് വസ്തുത തന്നെയാണ്. പക്ഷേ എനിക്ക് തൃപ്തികരമായി തോന്നിയ ഒരു കാര്യം, കേരളത്തിന് 1.92% ആയിരുന്നു 15ാം ധനകാര്യ കമ്മീഷന്റെ ഈ ഹൊറിസോണ്ടൽ ഡെവല്യൂഷന്റെ അടിസ്ഥാനത്തിൽ കിട്ടിയത്. അതായത് 100 രൂപ കേന്ദ്രത്തിന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 41 രൂപ എല്ലാ സംസ്ഥാനങ്ങൾക്കും കൂടി വീതിക്കുന്നു. ആ 41 രൂപ ഏതടിസ്ഥാനത്തിലാണ് വീണ്ടും ഓരോ സംസ്ഥാനത്തിനും കൊടുക്കേണ്ടത് എന്നുള്ളതാണ് ഹൊറിസോണ്ടൽ ഡെവല്യൂഷൻ. അതിലെ ഒരു ചെയ്തതിന് ശേഷം പോപ്പുലേഷൻ, സംസ്ഥാനത്തിന്റെ വലിപ്പം ഒരു പ്രധാന ഘടകമാണ് അല്ലേ? പോപ്പുലേഷൻ അതെ സ്മൃതി, അത് നോക്കിയാല്, കാരണം ചർച്ച അതിനെക്കുറിച്ച് മാത്രമല്ലാത്തതുകൊണ്ടാണ് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാത്തത്. പോപ്പുലേഷൻ ഒരു പാരാമീറ്റർ ആണെങ്കിലും വെയിറ്റേജ്, അതായത് 100 മാർക്കുള്ളതിൽ ഏറ്റവും കൂടുതൽ അതിനുള്ള വെയിറ്റേജ് ഭാരം അല്ലെങ്കിൽ വലുപ്പം ഇൻകം ഡിസ്റ്റൻസ് ആണ്. ഒരു സംസ്ഥാനത്തിന്റെ ആളോഹരി വരുമാനം എത്രയാണ്, ആളോഹരി വരുമാനം കുറവുള്ള സംസ്ഥാനങ്ങളുടെ പെർ ക്യാപിറ്റ ഇൻകത്തിന് ഒരു വെയിറ്റേജ്, ആ വെയിറ്റേജ് 40%. പോപ്പുലേഷൻ ഫാക്ടർ ആണെങ്കിലും എനിക്ക് തോന്നുന്നു 12-15% വെയിറ്റേജ് പോപ്പുലേഷനുള്ളൂ. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് എല്ലാവർക്കും എനിക്ക് തോന്നുന്നത് തൃപ്തികരമായ സന്തോഷകരമായ ഒരു കാര്യം 1.92% എന്നുള്ളത് ഈ FC റെക്കമെൻഡേഷന്റെ ഫലത്തിൽ കേന്ദ്രം അംഗീകരിച്ചു കഴിഞ്ഞു. 2.382 ശരിക്കും നമ്മൾ ഈ ശതമാനം കണക്കിന്റെ ബേസിസിൽ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കാണാതെ പോകുന്നത്, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വിഹിതം ഏകദേശം 25% വർദ്ധിക്കുകയാണ്. അതായത് 2000 രൂപയായിരുന്നത് 2500 രൂപയാവുന്നെങ്കിൽ 25% വർധനയാണല്ലോ. 1.9 ഞാൻ റൗണ്ട് ചെയ്ത് എടുക്കുന്നു. 2.4 ആവുമ്പോൾ ഏകദേശം 50 ബേസിസ് പോയിന്റ്സിന്റെ ഇൻക്രീസ് കൊണ്ട് ശരിക്കും അത് നല്ല കാര്യം എന്നാണ് എനിക്ക് കണക്കിന്റെ അടിസ്ഥാനത്തിൽ ബോധ്യമാവുന്നത്. ഇനി എത്രയാണ് നമുക്ക് 26-27 കിട്ടുക, അത് ഞാൻ നോക്കുകയുണ്ടായി. മൊത്തം സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതമായി ഈ 16ാം ധനകാര്യ കമ്മീഷന്റെ അടിസ്ഥാനത്തിൽ നീക്കിയിരുത്തിയ തുക ബഡ്ജറ്റ് ഡോക്യുമെന്റ്സിൽ ഉണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ. അത് 15,25,000 കോടിയാണ് എല്ലാ സംസ്ഥാനങ്ങൾക്കും. അതിന്റെ 2.382 ആണ് നമുക്ക് കിട്ടുന്നത്. 36,200 36,000 കോടി നമുക്ക് സാധാരണ മനസ്സിലാക്കാൻ വേണ്ടി 36,000 കോടിയാണ് നമുക്ക് കിട്ടുക. സ്മൃതി, ഇത് വളരെ രസകരമായ കാര്യം, ഏകദേശം ഇതേ തുക തന്നെയാണ് സംസ്ഥാന ഗവൺമെന്റ് ബഡ്ജറ്റിൽ കേന്ദ്രത്തിൽ നിന്നും നമുക്ക് കിട്ടും എന്ന് പ്രതീക്ഷയർപ്പിച്ച് 29-ന് അവതരിപ്പിച്ച ബഡ്ജറ്റിലും നമ്മൾ കണ്ടത്. അപ്പോ അതിന്റെ അർത്ഥം ശ്രീ ബാലഗോപാൽ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച ബഡ്ജറ്റിന് കേന്ദ്രത്തിൽ നിന്നും എത്രയാണോ കിട്ടും പ്രതീക്ഷയർപ്പിച്ച് ഉൾപ്പെടുത്തിയത് അത്രയും തന്നെ തുക ഇതിൽ കിട്ടുന്നുണ്ട്. പിന്നെ കേന്ദ്ര അവഗണനയെ കുറിച്ച് നമ്മളെല്ലാവരും, ഞാനും കേരളത്തിൽ ജനിച്ചു, തിരുവനന്തപുരത്ത് വളർന്ന ഒരാളാണ്. ഇത് എന്റെ ഓർമ്മയിൽ ഈ കേന്ദ്ര അവഗണന എന്നുള്ളത് കേരളത്തിൽ പരക്കെ എത്രയോ വർഷങ്ങളായിട്ട് ഞാൻ കേൾക്കുന്നതാണ്. സ്മൃതി, ഇന്ന് ബഡ്ജറ്റ് സ്പീച്ച് അതാണല്ലോ പ്രധാനപ്പെട്ട ആധാരം. കാരണം കഴിഞ്ഞ വർഷം ബീഹാറിനും ആന്ധ്രാപ്രദേശിനുമൊക്കെ പാക്കേജ് അനൗൺസ് ചെയ്തു. ശരിയാണ്, ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് ഉൾപ്പെടുത്തിയതായിരിക്കാം. പക്ഷെ ഇന്ന് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ, കറക്റ്റ് ചെയ്യാം ആരെങ്കിലും മറ്റുള്ള ആൾക്കാർ പറയുകയാണെങ്കിൽ, ഗുജറാത്തിന്റെ പേര് നമ്മൾ കേട്ടില്ല, മഹാരാഷ്ട്ര കേട്ടില്ല, മധ്യപ്രദേശ് കേട്ടില്ല, അല്ല ഈവൻ ഉത്തർപ്രദേശ് ഞാൻ പ്രത്യേകിച്ച് കേട്ടില്ല. സോറി, ഗുജറാത്ത് ഉണ്ട് അല്ലേ ഡോക്ടർ വി ശിവദാസ്? അല്ല, ഗുജറാത്ത് ഉണ്ടായിരിക്കാം. അവസാനിച്ചാൽ
അല്ല അല്ല അങ്ങ് ആ എനിക്ക് ഭാഗം മാത്രം അവസരം പറഞ്ഞാൽ തന്നാൽ മതി. നല്ലത്. അല്ല അങ്ങ് ആ ഭാഗം മാത്രം പറഞ്ഞാൽ മതി. ഗുജറാത്ത് BJP ഭരിക്കുന്ന അല്ലെങ്കിൽ NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് കാര്യമായിട്ടുണ്ട് ചില കാര്യങ്ങളെങ്കിലും വലിയ പദ്ധതികൾ അല്ലേ? ഞാൻ അതിനെക്കുറിച്ച് ഇപ്പൊ പറയുന്നില്ല. അദ്ദേഹത്തിന്റെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ശരി, ഓക്കെ ഓക്കെ. ശ്രീ ആദികേശവൻ അങ്ങ് സമയം പൂർത്തിയാക്കും. തരികയാണെങ്കിൽ. ആയിവൻ അതെ. പിന്നെ അതായത് ഒരു ഫോർമുലയുടെ അടിസ്ഥാനത്തിൽ വിഹിതം വെച്ച് നൽകപ്പെടുന്ന തുകയില് സ്മൃതി, എസ്പെഷ്യലി നമ്മൾ ഈ ഇക്വിറ്റി എല്ലാവർക്കും തുല്യ ഓപ്പർച്യൂണിറ്റി മാത്രമല്ല, അത് ഇക്വാലിറ്റിയാണ്. ഇക്വിറ്റി എന്നുള്ളത് കുറച്ചുകൂടി ഒരു പടി കൂടി മുന്നോട്ട് പോയിട്ടുള്ള ഒരു സങ്കല്പമല്ലേ. അതായത് ഇല്ലാത്തവന് എന്തുകൊണ്ടാണ് ഇല്ലാത്തത് എന്ന് കണ്ടുകൊണ്ട് അവന് ഉള്ളവനാവാൻ വേണ്ടിയിട്ടുള്ള സർവ്വവിധമായ കാര്യങ്ങളും ചെയ്യണം എന്നുള്ളതാണല്ലോ നമ്മുടെ എല്ലാവരുടെയും വെൽഫെയർ സ്റ്റേറ്റ്, കേരളത്തിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെയും ഒക്കെ അടിസ്ഥാന തത്വം. ആ രീതിയിൽ നോക്കിയാൽ പല കാരണങ്ങൾ കൊണ്ടും ജീവിത നിലവാരം കേരളത്തിൽ വളരെ മെച്ചപ്പെട്ടതാണ്, ഒരു സംശയവും വേണ്ട. അതേപോലെ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സിന്റെ ബേസിസിൽ ദാരിദ്ര്യം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം കേരളമാണ്. നമുക്കെല്ലാം അഭിമാനിക്കാം. ഇവിടെ ഭരിച്ചിട്ടുള്ള പാർട്ടികളും അതേപോലെ അതിനു മുമ്പ് ഉണ്ടായിരുന്ന ഭരണകർത്താക്കളും ഒക്കെ തന്നെയാണ് അതിന് ഉത്തരവാദികൾ, അല്ലെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് അവർക്കെല്ലാം അവകാശപ്പെട്ടതാണ്. പക്ഷെ അങ്ങനെയുള്ളപ്പോൾ സ്മൃതി, ഈ പോപ്പുലേഷന്റെ അടിസ്ഥാനം സ്മൃതി പോലും ആദ്യം പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് പോപ്പുലേഷൻ നമ്മൾ വളരെ പ്രയാസപ്പെട്ട് നമ്മൾ കുറച്ചു. മനസ്സിലായില്ലേ? ഇതാണ് ഒരു വാദം. നമ്മൾ കുറച്ചു, പക്ഷെ ബീഹാർ, ഉത്തർപ്രദേശ് ഒക്കെ അത്ര കണ്ട് ഫാമിലി പ്ലാനിങ്ങും മറ്റുള്ളതൊന്നും സ്വീകരിച്ചില്ല, എണ്ണം കൂടി, അപ്പൊ അവർക്ക് കൂടുതൽ കിട്ടുന്നു. ഞാനിതിനെക്കുറിച്ച് ആലോചിച്ചു. ശ്രുതി, വളരെ ലഘുവായിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാം. ഒരു വീട്ടില് റേഷൻ 6-7 കുട്ടികളുണ്ടെന്ന് വിചാരിക്കൂ. അപ്പൊ 7 പേർക്കും ഇപ്പോഴത്തെ ഈ പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന ഒരാൾക്ക് 5 കിലോ അരി കിട്ടും. എന്റെ വീട്ടിൽ ഒരു കുട്ടിയേ ഉള്ളൂ, എനിക്ക് 15 കിലോ, ഞാനും ഭാര്യയും കുട്ടിയും ഉണ്ടെങ്കിൽ 15 കിലോ ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. അപ്പൊ നമുക്കത് പറയാൻ പറ്റുമോ? അവരുടെ ഞാൻ ഫാമിലി പ്ലാനിങ്ങും ഒക്കെ വളരെ പ്രയാസപ്പെട്ട് ഒരു കുട്ടിയിൽ ഞാൻ നിർത്തി, അത് കാരണം എനിക്ക് 15 കിലോയെ കിട്ടുന്നുള്ളൂ. അപ്പുറത്തെ ആള് ഒരു നിയന്ത്രണവുമില്ലാതെ ഒരു 4-5 കുട്ടികളെ ഉണ്ടാക്കി, അല്ലെങ്കിൽ 4-5 കുട്ടികൾ ജനിച്ചു. ആ വാക്ക് അങ്ങനത്തെ വാക്ക് പ്രയോഗിക്കാൻ പാടില്ല. 4-5 കുട്ടികൾ അവർക്കുണ്ട്, അതുകൊണ്ട് അവർക്ക് കൊടുക്കുന്നു. അപ്പൊ എന്നെ ശിക്ഷിക്കുന്നതിന് തുല്യമാണ്. ഇതിന് സമാനമായിട്ടാണ് നമ്മുടെ വാദം എന്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ വിലയിരുത്തുന്നത്. എനിക്ക് ഏറ്റവും ഒരു സെന്റൻസ് മാത്രം പറയാം, കാരണം 5-6 അതിഥികളുണ്ട്, സമയം കൂടുതൽ എടുക്കുന്നില്ല. പക്ഷെ ഇതിൽ ഏറ്റവും കൗതുകകരമായിട്ട് എനിക്ക് തോന്നിയത്, പരമ്പരാഗതമായി ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഡിസ്ട്രിബ്യൂഷൻ, വിതരണം വളർച്ചയേക്കാൾ ഏറെ ഇക്വിറ്റബിൾ ആയിട്ട് ന്യായമായിട്ടും എല്ലാവർക്കും കിട്ടുന്ന രീതിയിലുള്ള ഡിസ്ട്രിബ്യൂഷൻ, ഇക്വിറ്റി, വിതരണത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു സമൂഹം എങ്ങനെ ഇല്ലാത്തവർ, നമ്മുടെ രാജ്യത്തിലെ തന്നെ ഇല്ലാത്ത ആൾക്കാർ. അതിനുള്ള കാരണം മധ്യപ്രദേശൊക്കെ നമുക്കറിയാം, ബീമാരു സ്റ്റേറ്റ്സ് എന്നല്ലേ പറഞ്ഞിരുന്നു സ്മൃതി. അപ്പൊ ഒരു രീതിയിലും ആ പ്രിൻസിപ്പിളിനെ നമുക്ക് എതിർക്കാൻ പറ്റില്ല. അതോടൊപ്പം ഇപ്രാവശ്യം കേരളത്തിന്റെ കൂടി സജഷന്റെ ബേസിസിലാവണം 15ാം കമ്മീഷന് വ്യത്യസ്തമായിട്ട് GDPക്കുള്ള കോൺട്രിബ്യൂഷൻ ഒരു ഫാക്ടറായിട്ട് എടുത്തിട്ടുണ്ട്, പ്രധാനപ്പെട്ട. അപ്പൊ അതെല്ലാം കൊണ്ടായിരിക്കണം ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ ആവശ്യപ്പെട്ടത്, ശ്രീ ശിവദാസൻ കൂടുതൽ അറിവുണ്ടാവും, 2.8 മറ്റോ ആണ് നമ്മൾ ആവശ്യപ്പെട്ടത്. 2.38 നമുക്ക് കിട്ടുന്നു. പറഞ്ഞു വന്നത് നീതിയുക്തമായ, വളരെ സുതാര്യമായ, ട്രാൻസ്പെറന്റ് ആയ, അടിസ്ഥാന തത്വത്തിൽ നമുക്ക് കലഹിക്കാൻ പറ്റാത്ത ഒരു പ്രിൻസിപ്പിളിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഡെവല്യൂഷൻ എന്നതാണ് എന്റെ മനസ്സിലാക്കൽ. എനിക്ക് തെറ്റുണ്ടെങ്കിൽ ഞാൻ അത് തിരുത്താൻ തയ്യാറാണ്. ശ്രീ ജോർജ് ജോസഫിനുണ്ട്, അദ്ദേഹത്തിലേക്ക് വരാം. അതിനു മുമ്പ് ശ്രീ അനിൽ ബോസ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.